വേർപെട്ടു പോയെങ്കിലും എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഭാര്യയായിട്ട് യോജിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഭർത്താവാ ഞാൻ. എന്നാലും ബാലാമണി എൻ്റെ മനസ്സിലുണ്ട്, എന്നും മനസ്സിലുണ്ടാവുകയും ചെയ്യും. യാത്ര ചോദിക്കുന്നില്ല, വീണ്ടും വരാം. അല്ല, വെറുതെ ഞാനിവിടെ. അയ്യോ, എന്ത് ധൈര്യത്തിലടി നീ അറപ്പുരയിലേക്ക് വന്നത്? ഞാൻ കണ്ടത് സ്വർണ്ണമാണോ കാശാണോ അതോ രണ്ടും കൂടെയാണോ? നിന്നോട് ആര് പറഞ്ഞു അറപ്പുരയ്ക്ക് അകത്തേക്ക് വരാൻ? ഞാനൊരു തിളക്കം മാത്രമേ കണ്ടുള്ളൂ. എന്റെ കണ്ണഞ്ചിപ്പോയി. എന്റെ ലോക്കറിനകത്ത് കണ്ടത് ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ കൊല്ലും ഞാൻ. ഇത്രയും കാശും സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു അമ്മയുടെ കയ്യില്. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നിന്നെ വിശ്വസിപ്പിക്കാനല്ല, പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വർണവും മുത്തും വൈരക്കല്ലുകളൊക്കെ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്. അഴകത്ത് തറവാടിന്റെ അമൂല്യ നിധി അത്. ഓ, അപ്പൊ പോലീസുകാരറിഞ്ഞത് കൊണ്ടുവയ്ക്കുള്ളൂ അല്ലേ? മിണ്ടിപ്പോവരുത്. പോലീസെന്നല്ല,
ഒരു മനുഷ്യക്കുഞ്ഞു പോലും അറിയരുത്. അച്ഛനപ്പൂപ്പന്മാരായിട്ട് സൂക്ഷിക്കുന്നതാ. ഇവളത് വന്ന് കണ്ടല്ലോ എന്റെ ഈശ്വര. ഞാനാരോടും പറയത്തില്ല. ആരെങ്കിലും അറിഞ്ഞാലോ, അതീന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ, നിന്നെ ഞാൻ ആ അറപ്പരയ്ക്കകത്ത് തന്നെ കുഴിച്ചു മൂടും. നോക്കിക്കോ. എവിടെ പോയാലും അവിടെ കുളിച്ചും പാത്തും വന്നോളും. എന്റെ ഒരു ഗതികേട്. ഇത് അഴകത്തെ അറപ്പുരയുടെ താക്കോലിന്റെ അളവാ. എനിക്ക് ഈ അളവിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണം, എത്രയും പെട്ടെന്ന്. എന്തിനാ മോളെ? എന്താ അറപ്പുരയ്ക്കകത്ത്? അനിയേട്ടാ, അഴകത്ത് കണക്കിൽ കൊള്ളാത്ത ഒരുപാട് സ്വത്തുണ്ട്. അത് ഭൂമിയായിട്ടും പൊന്നായിട്ടും പണമായിട്ടും എത്രയുണ്ടെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. ഈ അറപ്പുരയ്ക്കകത്തിരിക്കുന്നത് കണക്കിലില്ലാത്തത്ര പൊന്നും പണവുമാ. എന്ന് വച്ചാ തലമുറകളായിട്ട് കൈമാറി വന്ന നിധി. പിന്നെ ഭൂസ്വത്തുക്കളിൽ നിന്നും കിട്ടുന്ന ആദായം അതും അവിടെ പണമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. അത് അവിടെ നിന്ന് എടുക്കാനോ? പിന്നില്ലാതെ. അറപ്പുര മൊത്തത്തിൽ നമ്മൾ കൈയിട്ട് വാരും, ആർക്കും ഒരു സംശയവും കൊടുക്കാതെ. മൊത്തത്തില് എത്ര രൂപയുടെ മുതലുണ്ടാവും? ഞാൻ പറഞ്ഞില്ലേ അനിയേട്ടാ, കണക്ക് കൂട്ടാൻ കഴിയാത്ത അത്രയും കോടികളുണ്ടാവും. അഴകത്തമ്മയ്ക്കല്ലാതെ മറ്റാർക്കും ആ അറപ്പുരയിൽ കയറാൻ അവകാശമില്ല. ഈ താക്കോല് പോലും എവിടെ വയ്ക്കുന്നുവെന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയാവൂ. ഇത്ര രഹസ്യമായി സൂക്ഷിച്ച താക്കോല് പിന്നെ നീ എങ്ങനെ കണ്ടുപിടിച്ചു? അറപ്പുരയുടെ ഭാഗത്തേക്ക് അമ്മ രഹസ്യമായി പോകുന്നത് 2 തവണ ഞാൻ കണ്ടു. എനിക്ക് സംശയം തോന്നി. പണിക്കാര് കാശ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴാ ഈ പോക്കെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ദിവസം ഞാൻ അമ്മയെ പിന്തുടർന്നു. പിന്നെ ഉടനെയൊന്നും എനിക്ക് അറപ്പുരയിൽ കയറാൻ കഴിഞ്ഞില്ല. ആ ഭാഗത്തേക്ക് പോലും ആരും പോകുന്നത് അമ്മയ്ക്കിഷ്ടമായിരുന്നില്ല. എന്നിട്ട് മോൾ എന്ത് ചെയ്തു? എങ്ങനെയാ താക്കോൽ എടുത്തത്? ഒരു കാര്യം വേണമെന്ന് നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചാ അത് നടന്നിരിക്കും അനിയേട്ടാ. ഒരു രീതിയിലും താക്കോൽ എടുക്കാൻ കഴിയില്ലെന്ന് എനിക്ക് ബോധ്യമായപ്പോ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് 5-6 ഉറക്ക ഗുളിക വാങ്ങിച്ചു. തള്ളയ്ക്ക് രാത്രി പാല് കുടിച്ചാലേ ഉറക്കം വരും. ദിവസവും പാലുമായിട്ട് മുറിയിലേക്ക് പോകുന്ന കാണാം. എനിക്ക് തോന്നുന്നത് രഹസ്യമായിട്ട് ഇതിലേ കുങ്കുമപ്പൂ ചേർത്താ കഴിക്കുന്നേന്നാ. അല്ലെങ്കിൽ പിന്നെ തള്ളയ്ക്കിങ്ങനെ സൗന്ദര്യം കളറും ഒന്നും വരത്തില്ല. ശോ, എന്തൊരു ഗ്ലാമറാ. കുറച്ച് കുങ്കുമപ്പൂ കിട്ടിയിരുന്നെങ്കിൽ എനിക്കും കലക്കി കുടിക്കായിരുന്നു. എന്റെ ഗ്ലാമറും കൂട്ടായിരുന്നു. ഇത് അമ്മയ്ക്കുള്ള പാലല്ലേ, ഞാൻ കൊടുത്തോളാം. അയ്യോ വേണ്ട, എല്ലാം ഉണ്ടാക്കാൻ ഞാനും കൊണ്ടു കൊടുക്കാൻ നീയും.
അങ്ങനെ അമ്മയെ സൂചിപ്പിച്ച് നീ വലിയ ആളാവണ്ട. ഞാൻ തിളപ്പിച്ച പാല് എനിക്ക് കൊണ്ടുകൊടുക്കാൻ നന്നായിട്ട് അറിയാം. അയ്യോ, പഞ്ചസാര ഇട്ടില്ല. മാറി നിക്കടി അങ്ങോട്ട്, എനിക്കറിയാം ഇളക്കാൻ. ഇതെന്തിനാ ഇതിനകത്തേക്ക് തിരിച്ചൊഴിച്ചത്? ഒന്ന് സഹായിക്കാന്ന് വെച്ചപ്പോ സഹായിക്കണ്ട, ഉപദ്രവിക്കാതിരുന്നാ മതി. വേണ്ടെങ്കിൽ വേണ്ട. അതിനിത്രയും സ്വരം കടുപ്പിക്കണോ? ആ, എന്റെ സ്വരം ഇത്ര കടുത്തതാ. അമ്മേ, പാല്. ഇതിലെന്താ കലക്കിയിരിക്കുന്നത്? ഉപ്പോ മുളകോ പുളിയോ മറ്റാണോ? സത്യത്തിൽ ഞാൻ നിരപരാധി അമ്മേ. അമ്മ അത് മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതാ കുടിക്ക്. ഇതില് വല്ല വിഷവും ചേർത്തിട്ടുണ്ടോ എന്തോ? കുടിച്ചു നോക്കമ്മേ, അപ്പ അറിയാലോ. കുടിച്ചിട്ട് പിന്നെ അറിഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ മരിക്കുമെന്നറിയാനോ? എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. അമ്മയ്ക്ക് പാവം കിട്ടും. നിന്നെ വേദനിപ്പിച്ചാലേ എനിക്ക് പുണ്യം കിട്ടും. കഴിഞ്ഞ ജന്മത്തിൽ അമ്മ എന്റെ ശത്രുവായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നേ. അല്ലെങ്കിൽ സകല കാര്യത്തിന് എന്നെ ഇങ്ങനെ കുറ്റം പറയോ? കുറ്റം പറയിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം മൈഥിലി. അല്ലാതെ സകല തെറ്റുകളും ചെയ്തിട്ട് വഴക്ക് പറയരുതെന്ന് പറഞ്ഞാ എങ്ങനെ നടക്കും? അല്ല, അതിനമ്മ ഞാനൊന്നും. മതി മതി, ഇനി കൂടുതലൊന്നും വിസ്തരിക്കണ്ട. ചെല്ല്. അങ്ങോട്ട്. വെറുതെ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഉണ്ടാക്കി തന്നിട്ട് നീ പാലും തൈരും ഒന്നും കുടിക്കത്തില്ല. വേണമെങ്കിൽ തന്നെത്താനെ ചെന്ന് തിളപ്പിച്ച് കുടിക്ക്. എനിക്ക് വേണ്ടെങ്കിലോ? വേണ്ടാന്ന് പറയാനല്ലേ പറ്റൂ, അല്ലാതെ അടുക്കളക്കറി ഒന്നും ഉണ്ടാക്കത്തില്ലല്ലോ. ആ, ഉണ്ടാക്കും. നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട്. അപ്പൊ നീ ഉണ്ടാക്കിയത് തന്നെ. എടി, നിന്നെ പറഞ്ഞു വിടാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ആ വഴി ഞാൻ വെട്ടിത്തുടങ്ങി. നീ പാലും വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ വെട്ടിയ വഴിയിലേ ഞാനൊരു കുഴിയെടുക്കും. എന്നിട്ട് ഞാൻ നിന്നെ അതിലിട്ട് മൂടും. ഇങ്ങനെ പറയുന്നതിലല്ലോ, പ്രവർത്തിക്കുന്നതിലാണല്ലോ കാര്യം. ഉറക്കം വരുന്നു. നിനക്കെന്താ വല്ലാത്ത ക്ഷീണം പോലെ? ഈ സമയത്തൊന്നും ഉറക്കം വരാത്തതാണല്ലോ. അത് പണിയെടുക്കുന്നുണ്ടാ? ഓ, ഈ വീട്ടിലെ പണി മുഴുവൻ ഞാനല്ലേ എടുക്കുന്നേ. നാളെ മുതൽ ഞാൻ അടുക്കളയിൽ കയറത്തില്ല, നോക്കിക്കോ. എന്തൊരു ക്ഷീണ ഇത്. എന്താ പറ്റി? പെട്ടെന്നാണല്ലോ ഉറക്കം വരുന്നേ. എന്നാ പിന്നെ ശരി, ഗുഡ് നൈറ്റ്. നിന്നോട് എന്റെ പട്ടി പോലും പറയില്ല ഗുഡ് നൈറ്റ്. നിന്റെ കള്ളത്തരങ്ങളൊക്കെ എന്നെങ്കിലും തെളിയോടി. അന്നല്ലേ ഇവിടെ ശരിക്കും അടി നടക്കാൻ പോകുന്ന.
കാര്യം ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയാവൂ. മൂന്നാമതൊരാൾ ഇത് അറിയരുത്. സോളമൻ പോലും. താക്കോലുണ്ടാക്കാൻ കൊടുക്കുമ്പോൾ നമ്മുടെ വീടിന്റെ താക്കോലാണെന്ന് പറഞ്ഞാൽ മതി. മൊത്തം പൊന്നും പണവും അവിടെ നിന്ന് അടിച്ചെടുത്താ അവരതറിയില്ലേ? ഇല്ല. പണം, അതായത് നോട്ട്, മുകളിലിരിക്കുന്ന കുറച്ച് ഒറിജിനൽ അവിടെ തന്നെ വച്ചേക്കും. ഓ, അടിയിലുള്ളതെല്ലാം നമ്മൾ എടുക്കും. പകരം നോട്ടിന്റെ കളർ പ്രിന്റ് എടുത്ത് അട്ടി തികച്ചു വെക്കും. സ്വർണ്ണാഭരണങ്ങൾ ഓരോന്നിന്റെയും ഫോട്ടോ ഞാൻ മൊബൈലിൽ എടുത്തോണ്ട് വരും. അതുപോലെ തന്നെ സ്വർണം പൂശിയ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. ഓരോന്നും കൊണ്ടുവച്ചിട്ട് ഒറിജിനൽ നമ്മൾ എടുക്കും. എങ്ങനെയുണ്ട്? സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്നാലും എന്തെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടാൽ കുഴപ്പമാവാതെ നോക്കിയാൽ മതി. കണ്ടുപിടിക്കില്ല അനിയേട്ടാ. അത് നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്ന ആഭരണങ്ങളാ. എടുക്കേണ്ടി വരില്ല. പിന്നെ പണം, അത് ചിലപ്പോ എടുത്തേക്കും എന്ന് തോന്നിയിട്ടാ മുകളിലെ അടുക്കിലെ നോട്ടുകെട്ടുകൾ നമ്മൾ എടുക്കാതിരിക്കുന്നത്. നീ കൊള്ളാൻ കവിതേ. അഴകത്ത് തറവാടിന്റെ അസ്ഥിവാരം തോണ്ടും നീ. ആ സ്വത്തുക്കൾ നമ്മുടെ കൈവശം വന്നു ചേർന്നാ പിന്നെ അഴകത്ത് വീടിന്റെ പണക്കൊഴുപ്പ് അങ്ങ് തീരും. നമ്മുടെ കയ്യിൽ പണം കുമിഞ്ഞു കൂടും. ഉണ്ണിയമ്മ ഇങ്ങനെ വിഷമിക്കാതെ സന്തോഷായിരിക്കേ. ബാലാമണിക്കൊന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത്. ആര് പറഞ്ഞാലും എനിക്കിപ്പോൾ ആശ്വസിക്കാൻ കഴിയില്ല. എൻ്റെ മോളെ കാണുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇത്രയ്ക്ക് സ്നേഹമുള്ള ആളാണോ കഴിഞ്ഞ 10-22 വർഷം മോളെ കാണാതിരുന്നേ? മോളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. ഭദ്ര പറയുമ്പോഴല്ലേ. അപ്പോ മോളോട് മാത്രമേ ഉള്ളൂ സെന്റിമെന്റ്സ്. ബാലാമണിയുടെ അമ്മയെ ഉപേക്ഷിച്ചതിന് കുറ്റബോധമൊന്നുമില്ല അല്ലേ? ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ശവത്തെ കുത്തുനോവിച്ച് സന്തോഷിക്കരുത്. ഉണ്ണിയമ്മേ, ഈ ജീവിതം പലപ്പോഴും ഒരു പട്ടം പോലെയാ. ബന്ധങ്ങളുടെ ചരടുകൊണ്ട് അതിങ്ങനെ കെട്ടിയിട്ടിരിക്കും. എപ്പോഴെങ്കിലും ആ കെട്ടൊന്ന് പൊട്ടിയാ ഉണ്ണിയമ്മ കണ്ടിട്ടില്ലേ? പറന്നുപോയി ഏതെങ്കിലും മരത്തിലൊക്കെ ഇങ്ങനെ തങ്ങിയിരിക്കും. ഒരു ഇടത്താവളം പോലെ. ജീവിതത്തിൽ പലരും പെട്ടുപോകുന്നത് ഇത്തരം ഇടത്താവളങ്ങളിലാ. ഉണ്ണിയമ്മ ബന്ധങ്ങളുടെ ചരടൊക്കെ പൊട്ടിച്ച് നടന്നപ്പോൾ കിട്ടിയൊരു ഇടത്താവള ഭദ്ര എന്ന തണൽമരം. ഒരു കാറ്റത്ത് പറന്നു ചെന്ന് തങ്ങിയ മരക്കൊമ്പിനെ അടുത്ത കാറ്റത്ത് ഉപേക്ഷിച്ചിട്ട് ഉണ്ണിയാമ അമ്പലങ്ങൾ തോറും പറന്നു നടന്നു. പക്ഷേ അപ്പോഴും മരം താവളൊരുക്കി കാത്തിരിപ്പുണ്ടായിരുന്നു. കോടമഞ്ഞിന്റെ തണുപ്പിലും പെരുമഴയുടെ നനവിലും ഉഷ്ണച്ചൂടിന്റെ വിയർപ്പിലുമൊക്കെ പ്രതീക്ഷയുടെ കാത്തിരിപ്പുണ്ടായിരുന്നു ആ മരം. തെറ്റായിപ്പോയി, തെറ്റ് പറ്റിപ്പോയി. സാരമില്ല, തെറ്റുകൾ തിരുത്തുമ്പോഴാ നമ്മളൊക്കെ യഥാർത്ഥ മനുഷ്യനാവുന്നത്. ബാലാമണിയെ മാത്രമല്ല, അവളുടെ അമ്മയും കണ്ടുപിടിക്കണം നമുക്ക്. ഗതികേടുകൊണ്ട് ഒരാനക്കാരൻ്റെ കയ്യിൽ പെട്ടുപോയ അവരുടെ ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കണം. ഇതൊക്കെ പറയാൻ എളുപ്പം ആനന്ദേ. ആഗ്രഹിക്കാനും പ്രതീക്ഷിക്കാനും പ്രയത്നം ആവശ്യമില്ല. അവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുന്നതിന് മുൻപ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബാലാമണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അമ്മയ്ക്ക് കിട്ടും. അതിനൊരുപാട് വൈകില്ല.